ദിലീപേ, ഞാനൊരു ഏഷ്യാനെറ്റിലെ ഈ ടോക്ക് ഷോ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ഒരു പാമ്പ് കക്ഷിയായിട്ട് ഒരു ടോക്ക് ഷോ ചെയ്തു. അപ്പോൾ ടോക്ക് ഷോ ചെയ്ത് അദ്ദേഹം വീട്ടിന് ഞങ്ങളൊന്നിച്ചിട്ട് വണ്ടിയിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം കൂടെ 10-40 പാമ്പ് പോയിട്ട് അദ്ദേഹം വന്നത്. കോയമ്പത്തൂർ നിന്ന് വന്ന മനുഷ്യരാണ്. ഇപ്പോൾ അദ്ദേഹം ജീവനോടില്ല. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലാറ്റിൽ കയറി നമുക്കൊരു ചായ കഴിച്ചിട്ട് പോയാലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, കുളന്തിരിക്കേ? ഞാൻ പറഞ്ഞു കുളന്തിരിക്കേ. എത്ര കുളന്ത്? ഞാൻ രണ്ട് കുളന്തിരിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പതുക്കെ അകത്തോട്ട് ഒരു 2 സാധനം കയ്യിലെടുത്തു. ഞാൻ എന്തും എടുക്കുന്നതെന്ന് ചോദിച്ചു. കുട്ടികളെ കളിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം വേണ്ടി 2 ചെറിയ പാമ്പ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ കുളന്ത ഇരിക്കുന്നില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. ചായ പോലും തിരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ വാവാ സുരേഷ് ഫ്ലോറിൽ കൊണ്ടുവന്ന് അതെ, അല്ല ഇവരെല്ലാവരും കൊണ്ടുവന്നു. മാത്രമല്ല ഒരു ഏറ്റവും ഒരു കേരളീയർ മൊത്തം ശ്രദ്ധിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ഒരു 10-45 പാമ്പിനെ വെച്ച് നമ്മൾ ഒരു ഷോ ചെയ്തു. അപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മേളിൽ ഒരു രാജവെമ്പാല ഇങ്ങനെ നിൽക്കുക. ഈ രാജവെമ്പയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ പിടിച്ചിട്ട് 5 ദിവസമേ ആയുള്ളൂ. അതിൻ്റെ കൊണ്ടുവന്ന ആൾ പറഞ്ഞത്, ഈ പറസാരി തന്നെ കൊണ്ടുവന്ന പറസാരി പറഞ്ഞത് ഇണങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ നമ്മൾ നിൽക്കുവാണല്ലോ, ബാക്കിയെല്ലാവരും ഇരിക്കുമല്ലേ. അപ്പം ഞാനാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എനിക്കാണെങ്കിൽ ഈ രാജവെമ്പാല അന്നത്തെ പോലെ ഈ ചൂട് കുറഞ്ഞ ലൈറ്റൊന്നുമില്ല, നല്ല ചൂടുള്ള ലൈറ്റൊക്കെ അടിച്ച് ഈ രാജവെമ്പാല ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുത്തിനെ കിട്ടിയൊന്ന് പെനായിച്ചളയാന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു ക്യാമറമാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്, ധൈര്യമായിട്ട് സാർ നിന്നു, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ക്യാമറമാൻ സ്റ്റൂഡിൻ്റെ മേളിൽ കയറി നിൽക്കും. എന്നിട്ട് അവൻ പറയാം, എന്നോട് പേടിക്കണ്ട എന്ന് പറയാം. ഭാഗ്യത്തിന് ആ ക്യാമറമാൻ ഇപ്പോൾ കേരളത്തിലില്ല, അവൻ വെളിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആ രാജവെമ്പാലയെ കാണുന്നില്ല. ആ രാജവെമ്പാല എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ എല്ലാം നോക്കി. അപ്പം ഞാനാണെങ്കിൽ പാമ്പ് കടി കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് അവിടുത്തെ മാനേജ്മെന്റ് എഴുതി കൊടുത്തിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഞാനിത് രഹസ്യമായിട്ട് വെച്ചു. പക്ഷേ ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നവരോട് പറയും, അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഏതോ ഒരു മാളത്തിനകത്ത് കയറി പാമ്പ് രക്ഷപ്പെട്ടു. ഇപ്പോഴും ആ രാജവെമ്പാലെ കണ്ടുപിടിച്ചു. അത് എങ്ങോട്ടോ പോയി. അത് പിന്നെ നമ്മൾ രാത്രിയും പകലും ഇല്ലാതെ ഉള്ള ദ്വാരമൊക്കെ കുത്തി ഇളക്കി നോക്കി, ഈ സാധനത്തിനെ കാണുന്നില്ല. പക്ഷേ കുറേ തടികളും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തടികളെല്ലാം അതുകൊണ്ട് വാരിക്കളയേണ്ടി വന്നു. പക്ഷെ ആ രാജവെമ്പാല എവിടെ പോയി എന്നുള്ളത് സംഭവം എസ്കേപ്പായി. അല്ല, എന്തായാലും അസിതയ്ക്ക് നല്ല ധൈര്യശാലിയാണെന്ന് തെളിയിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുട്ടികളാരും ഈ വഴവഴ എന്നുള്ള പ്രശ്നമൊന്നുമില്ലെന്ന അസിത പറഞ്ഞെന്ന് പറഞ്ഞ് ഇതിൽ പരിചയമില്ലാത്ത ആൾക്കാർ കയറി ഒരിക്കലും പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. ശീലമുള്ളവർക്ക് മാത്രം പറ്റിയ പരിപാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.